ഹലോ, ഇത് റേസ് അല്ല, ഒന്ന് പതുക്കെ ഓട്, പതുക്കെ. എന്നെ പിടിക്ക. ഞാൻ കിറ്റിയെ പിടിക്കാൻ പോവാണ്. പിടിക്ക് കാണട്ടെ. എടാ പിടിച്ചോ. എന്തൊരു ആക്ഷൻ! ഞാൻ കണ്ടു. എങ്കിൽ ഞാനും അതുപോലെ തന്നെ ചെയ്യും. വാവ്, എന്തൊരു ഫ്രെയിമാ! കൊച്ചളിയ, ഞാനിപ്പോ താഴെ പോവും. രക്ഷിക്ക്, രക്ഷിക്കണേ. അയ്യോ, കൊച്ചളിയ. ഭൂതം രക്ഷിക്കണേ. ഞാൻ ഈ കളിക്കില്ല. എന്നെ ആരും തന്നെ പിടിക്കാൻ വരുന്നില്ല. എന്തൊരു ഫ്രെയിമാ! പെർഫെക്റ്റ്, എക്സലന്റ്, ബ്യൂട്ടിഫുൾ. നീയാണ് ഞങ്ങളുടെ മോഡൽ. മോഡലോ? യെസ്, ഞങ്ങളുടെ പുതിയ ആഡ് ഫിലിമിൽ നീ ആയിരിക്കും അഭിനയിക്കുക. വേണ്ട വേണ്ട, എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. നീ ഒന്ന് നടന്നു തന്നാൽ മതി. അതായത് ഞങ്ങളുടെ ചെരുപ്പിട്ട്. നിങ്ങളുടെ ചെരുപ്പ് കിട്ടിയുടെ കാലിന് ചേരുവോ? ഞങ്ങളുടെന്ന് പറഞ്ഞാൽ എന്റെ നല്ലട കഴുതേ. ഞങ്ങളുടെ കമ്പനിയുടെ ചെരുപ്പ്. ഇതിന്റെ ആഡാണ് നിർമ്മിക്കുന്നത്. ഒറ്റ ഡയലോഗ് പോലും ഇല്ല. നീ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ. അങ്ങനെ ഗുണ്ടകൾ വരികയാണെങ്കിൽ ഞങ്ങളുടെ കിറ്റിയെ രക്ഷിക്കാൻ ഞങ്ങളുണ്ടല്ലോ. ഇടേ കഴുതേ, ഞാൻ പറഞ്ഞത് സ്റ്റോറി ബോർഡാണ്. അതാണ് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത്. ഓക്കേ, ഞാൻ ഇതിൽ എന്തായാലും അഭിനയിക്കാം. പെർഫെക്റ്റ്. നിങ്ങളുടെ ആഡ് ഫിലിമിലെ ഹീറോയുടെ ആവശ്യമുണ്ടോ? തീർച്ചയായും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ബോഡി ബിൽഡറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊരു സ്റ്റൈലാ! ഞാനോ? ബോയ്, നിന്റെ കഴിവ് ഞങ്ങൾ എല്ലാരും നേരിട്ട് കണ്ടതല്ലേ? നമ്മൾ ഒരുമിച്ച് മോഡലിംഗ് ചെയ്യാൻ പോവുകയാണ്. ഓക്കേ, നാളെ ഇതേ പാർക്കിൽ തന്നെയാണ് ഷൂട്ടിംഗ്. സമയത്തിന് എത്തണം. ഓക്കേ? എന്നെ നിനക്ക് ഓടിച്ചുകൂടായിരുന്നോ? അങ്ങനെ നീ ഓടിച്ചിരുന്നുവെങ്കിൽ ആ ഡയറക്ടർ എന്നെ സെലക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കിറ്റ് ചെയ്യാൻ പോകുന്നത് ആണുങ്ങളുടെ വേഷമാണോ കൊച്ചളിയ? കഴുതേ, ഞാൻ സണ്ണിയുടെ കാര്യടാ പറഞ്ഞത്. ആ റോള് നിനക്ക് ഇപ്പം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എങ്ങനെ? നിനക്ക് സണ്ണിയെക്കാളും നല്ല കഴിവുണ്ടെന്ന് ഡയറക്ടറെ അറിയിക്കണം. പക്ഷെ ഡയറക്ടറിനെ എവിടെ പോയി കണ്ടുപിടിക്കും? അയാളുടെ വീട് എവിടെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇൻസ്പെക്ടർ പാണ്ഡെയുടെ വീട്ടിനടുത്ത് തന്നെയാ. എന്നാൽ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അയാളുടെ വീട്ടിലേക്ക് പോവാം. ഞാനും കൂടെ വരാം. ഞാൻ വന്നാലേ നിനക്ക് ചാൻസ് കിട്ടൂ. വേണ്ട വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. ഞാൻ ഭയങ്കര ലക്കിയാ. സണ്ണിയും കിറ്റിയെയും ഞാൻ ഓടിച്ചത് കൊണ്ടാണ് അവർക്ക് ചാൻസ് കിട്ടിയത്. അവൻ പറഞ്ഞത് ശരിയാ. അവനെയും കൂടെ കൊണ്ടുപോ.
ബണ്ണി എന്നാ നീ തുടങ്ങിക്കോ. സാറേ ഏ? ഏ? തലകുത്തനെ നിൽക്കാൻ എനിക്കറിയാം. ഏ? വാവ്, ഞാനും ചെയ്ത് കാണിക്കാം. എന്റെ ഇറ്റാലിയൻ ടീ സെറ്റ്. ഓഹോ. എന്റെ ടി വി സോഫ എല്ലാം നശിച്ചു. അടിപൊളിയായിട്ടുണ്ടല്ലേ? ചാൻസ് എനിക്കല്ല, നിങ്ങൾ ചാൻസ് കൊടുക്കേണ്ടത് എന്റെ കൊച്ചളിയൻ ബണ്ണിക്കാണ്. ആ ഇത് കണ്ടോ, ഇതെങ്ങനെയുണ്ട്? വേണ്ട, എനിക്കൊന്നും കാണണ്ട. എന്റെ ലൈറ്റും പോയി. സാറേ, എന്റെ അളിയൻ സണ്ണിയേക്കാളും സൂപ്പറാണ്. അങ്ങ് അവനെ തന്നെ ഹീറോ ആക്കണം. എന്റെ വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾ നശിപ്പിച്ചു. പക്ഷെ പെയിന്റിംഗ് നശിപ്പിച്ചത് അങ്ങല്ലേ? രണ്ടുപേരും ഞാൻ ശരിയാക്കുന്നതിന് മുൻപ് തന്നെ മര്യാദയ്ക്ക് ഇവിടെ പോയിക്കോ. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. ഓക്കെ, എന്റെ അളിയനെ ഹീറോ ആക്കാൻ സാറിന് സമ്മതം തന്നെയല്ലേ? അത് പറഞ്ഞാൽ ഞങ്ങൾ പോവാ. ഔട്ട്. വാടാണി, വേഗം പോകാം, വാ. കൊച്ചളിയ, ഒരു കാര്യം എനിക്ക് പിടികിട്ടുന്നില്ല. ആ ഡയറക്ടർ എന്തുകൊണ്ടാ നിന്നെ ഹീറോ ആക്കാത്തത്? അതിന് കാരണം എന്റെ അളിയൻ ഒരു കഴുതയാ. അത് ശരി, പക്ഷെ നിന്നെ ഞാൻ ഇതുവരെ ഒരു കഴുതയുടെയും കൂടെ കണ്ടിട്ടേ ഇല്ലല്ലോ. ആ കഴുതയാണ് നീ. സംശയമുണ്ടോ? ആ ഡയറക്ടറിന്റെ വീട്ടിലേക്ക് പോയി നീയെല്ലാം നശിപ്പിക്കാതിരുന്നുവെങ്കിൽ ഇന്ന് ആ ഫിലിമിന്റെ ഹീറോ ഞാനായേനെ. കിറ്റി, നീ ഞങ്ങളുടെ കമ്പനിയുടെ ഷൂസ് ഇട്ട് കഴിഞ്ഞല്ലോ അല്ലേ? രണ്ട് ഗുണ്ടകൾ വരുന്നു, നീ ഓടുന്നു, അവിടെ സണ്ണി എക്സസൈസ് ചെയ്യുന്നു, പിന്നെ നിന്നെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളുടെ കമ്പനിയുടെ ഷൂ ഇട്ട് ഗുണ്ടകളെ തല്ലുന്നു. മനസ്സിലായല്ലോ? ഞാനിപ്പോൾ ഗുണ്ടകളെ വിളിക്കാം. ഗുണ്ടകളെ ഐസ്ക്രീം കഴിച്ചത് മതി, വേഗം വാ. ആരെയാടാ ഗുണ്ടകളെന്ന് വിളിച്ചത്? അയ്യോ എന്റെ ചേട്ടാ, ഗുണ്ടകൾ എന്നല്ല, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞതാ. ഇപ്പോൾ കിറ്റി ഓടുന്ന സമയത്ത് നിങ്ങൾ അവളെ കയറി പിടിക്കണം. പിടിച്ചേക്കാം. ഓക്കെ, റോൾ ക്യാമറ സൗണ്ട് ആക്ഷൻ. വൗ, കളിക്ക്, എന്തൊരു ഷോട്ടാ. അവിടെ നിൽക്കാനാ പറഞ്ഞത്. നിൽക്കാൻ. നീ എന്താ ഇങ്ങനെ ഓടിക്കുന്നേ? എന്റെ പോ, എവിടെ പോയി? എവിടെയാ? തൊട്ടുപോകരുതോ. എടോ, കിറ്റിയെ വിട്ടേക്ക്. എന്നെ തല്ലിയല്ലേ നീ? എന്നാൽ അതിന് പകരം എന്നാ പിടിച്ചോ. കണ്ടോടാ, ബില്ലക്കും ചുറ്റിനും റോള് കിട്ടിയിരിക്കുക. പിടിക്കടാ അവനെ. കട്ട് കട്ട്. എടാ, ഒന്ന് നിക്ക്. കമ്പനിയുടെ ഷൂസ് ഇട്ടിരിക്കുന്നത് സണ്ണിയല്ലേ? അവനാണ് തല്ലേണ്ടത്. സാർ, ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ആരാണ്? ഗുണ്ടകളുടെ റോൾ ചെയ്യാൻ വേണ്ടി വന്നതാ സാർ. അപ്പൊ ഇവരാരാ? ബില്ലയും ടിറ്റു, ഇവര് വലിയ ഗുണ്ടകളാണ് സാർ. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ വിടൂ, എന്നെ വിടൂ. അടിച്ചു പൊളിച്ചു തിമിർത്തു. കിട്ടിയുടെ അഭിനയം അപാരം തന്നെ. പോലീസിനെ വിളിക്ക്. എന്നെ വിടൂ, എന്നെ വിടാനാ പറഞ്ഞത്. എന്നെ വിടൂ. ഇവന്മാർ യഥാർത്ഥ ഗുണ്ടകളാണ്. കിറ്റിയെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. എന്ത് യഥാർത്ഥ കിഡ്നാപ്പിങ്ങോ? എടാ വേഗം വാ, കിറ്റി ആപത്തിലാണ്. കിറ്റിയെ വിട്ടേക്ക്, വിടാനാ പറഞ്ഞത്. എന്തായാലും അതിന് രണ്ടെണ്ണം കൊടുക്കേണ്ടി വരും. ഞാൻ വെറുതെ വിടില്ല.
നിക്കടാ, എവിടേക്കാ ഓടുന്നേ? യ്യോ! അല്ല ഇവൻ പൂച്ച തന്നെയാണോ? എന്തൊരു ഇടിയായി ഇടിക്കുന്നത്. അവനെ വിട്. ഈ ഡോഗിയുടെ ഇടി കൂടെ ഒന്ന് വാങ്ങിച്ചിട്ട് പോകണം സാർ. ഓയ്, എന്റെ കൂട്ടുകാരനെ തൊട്ടു പോകരുത്. യ്യോ, യ്യോ. ഓടിക്കോ. മമ്മി മമ്മി എന്നെ രക്ഷിക്കും മമ്മി. താങ്ക് യു. നിങ്ങൾ 4 പേരുമാണ് എന്നെ രക്ഷിച്ചത്. വോ, നിങ്ങളാണ് യഥാർത്ഥ ഹീറോസ്. വോ. താങ്ക് യു. സാർ, നമ്മുടെ ഹീറോ ബോധം കെട്ട് കിടക്കുകയാണ്. ഇനി എങ്ങനെ ഷൂട്ടിംഗ് നടക്കുക? അയാളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇനി ഈ റോള് ബണ്ണി ചെയ്യുന്നതാണ്.